ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിനകത്തിട്ട് അല്പം ഉപ്പും ചേർത്തിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. കിഴങ്ങ് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഡോ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ഞാനിവിടെ ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അല്പം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാവധാനം ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ടൈറ്റായിട്ടുള്ള മാവാണ് വേണ്ടത് നമുക്ക്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 3 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ കൊത്തി അരിഞ്ഞ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 3/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. മസാലകളുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ നമുക്ക് 2-3 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ ഒരു സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 കോഴിമുട്ട പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. മസാലയൊക്കെ സെറ്റാക്കി ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഡോ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ അല്പം പൊടിയൊക്കെ തട്ടിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം. ഞാൻ ഈ ഡോ 4 ബോളുകളാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തിന് ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ വലിയ 4 ബോളാക്കി ഒന്നിച്ച് പരത്തി ഇതുപോലെ ഒരടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബോൾസും നമുക്കിതുപോലെ പരത്തിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലോട്ട് മസാല ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബോളെടുത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എല്ലാ ബോളും നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ച് അതുപോലെ ഒരല്പം റസ്ക് പൊടിയും കൂടെ വേണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും നമ്മൾ ഈ മുട്ടയുടെ മിക്സിനകത്ത് മുക്കിയതിന് ശേഷം റസ്ക് പൊടിക്കകത്ത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമ്മളുടെ ബട്ടർഫ്ലൈ സ്നാക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി നമ്മൾ നേരത്തെ പരത്തി വെച്ച ഒരു റൊട്ടി എടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ച ഒരു ബോൾ എടുത്ത് ഇതുപോലെ അതിന് മുകളിൽ വെച്ച് 2 സൈഡിൽ നിന്നും പിടിച്ചുകൊണ്ട് സൈഡുകൾ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കണം. ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത ആ ബോൾസിൻ്റെ സെൻറ്ററിലൂടെയാണോ നമ്മൾ ടൂത്ത് പിക്ക് വെക്കുന്നത്, ഇല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് നമ്മളിത് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കേണ്ടത്. 2 സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ ഓരോ വശം ഇങ്ങനെ മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മെല്ലെ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ. എന്നാലേ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ.
അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.